നൗഫൽ, എനിക്കിതിൽ വളരെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണുള്ളത്. ഞാനത് ഒരുപക്ഷെ അത് നിങ്ങൾ രണ്ടുപേരും തന്നെ അതിനോട് വിയോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളെ വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപിച്ച പാർട്ടിയുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്, അല്ലേ? ഇപ്പൊ ചർച്ച ചെയ്ത അതാണ്. അതായത് നേതൃത്വം തീരുമാനിക്കുന്നു, ഒരൊറ്റ അധികാര കേന്ദ്രത്തിൽ നിന്ന് കയ്യൊപ്പ് വാങ്ങി പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ വളരെ എളുപ്പം പ്രഖ്യാപിക്കാം. ഒരു പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിനകത്ത് ചില 3 പേരുകൾ നിർദ്ദേശമായി പോകുന്നു, അത് മുകളിലെത്തുമ്പോൾ അത് ഒന്നായി മാറുന്നു, അയാളെ മാത്രം അംഗീകരിക്കുന്നു, വളരെ പെട്ടെന്ന് തീരുമാനിക്കാം. ഞാൻ പറയുന്നത് UDF ഒരു ജനാധിപത്യ സംവിധാനമാണ്. അതൊരു രാഷ്ട്രീയ മുന്നണി എന്നതിനോടൊപ്പം നമ്മുടെ സമൂഹത്തിനകത്തെ പലതരത്തിലുള്ള ആശയങ്ങളെയും പലതരത്തിലുള്ള ആവശ്യങ്ങളെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സാമൂഹ്യ മുന്നണി കൂടിയാണ്. നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ മുന്നണി കൂടിയാണ് UDF. അവിടെ ചർച്ചയ്ക്ക് വരുന്ന വിഷയങ്ങളിൽ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരുന്ന പേരുകളിൽ അവർക്ക് അസ്വാരസ്യം പരമാവധി കുറച്ചുകൊണ്ടൊരു തീരുമാനമെടുക്കാനുള്ള സമയമാണത്. ആ സമയത്തെ നമ്മൾ മാനിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ജനാധിപത്യത്തിൽ അതിൽ നമ്മൾ കയറി ഒരുപക്ഷെ മാധ്യമങ്ങൾ കയറി എന്തുകൊണ്ട് വന്നില്ല, സമയമുണ്ടെന്നേ. അവർക്ക് ആവശ്യമുള്ള സമയം അവർ കണ്ടെത്തിക്കൊള്ളും. അവർക്കാവശ്യമുള്ള പ്രചാരണത്തിനും മറ്റും അവർക്കാവശ്യമുള്ള സമയം അവർ കണ്ടെത്തിക്കൊള്ളും. അത് അവരുടെ തലവേദനയാണ്. നമ്മൾ എന്തിനാണ് കയറി ഇതുവരെ വന്നില്ലല്ലോ, സ്ഥാനാർത്ഥികൾ എവിടെ, ഇവരിറങ്ങിക്കഴിഞ്ഞല്ലോ എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെടുന്നത് എന്തിനാണ്? അവരെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും വലിയ ആശങ്ക വേണ്ടത്. അവർക്കാണ് ഭരണം പിടിക്കേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. അതിനുള്ള ഒരു സാവകാശം അവർ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള തന്ത്രവും അവർ മുന്നിൽ കണ്ടിട്ടുണ്ടാകും എന്നതാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ കെ സുധാകരന്റെ വിഷയം എടുക്കുക. കെ സുധാകരന്റെ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്ത് അങ്ങ് പറയാൻ എന്താ താമസം? ഇല്ല. അതുപോലെ തന്നെ എന്നിട്ടും അദ്ദേഹത്തെ നാളെ അങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു യോജിപ്പിന്റെ മേഖല കണ്ടെത്തുക എന്നതായിരിക്കാം ഉദ്ദേശം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പറയാമെങ്കിൽ തിരുവനന്തപുരത്ത് പ്രശ്നമുണ്ട്, എറണാകുളത്ത് പ്രശ്നമുണ്ട്, പത്തനംതിട്ടയിൽ പ്രശ്നമുണ്ട്, ആലപ്പുഴയിൽ പ്രശ്നമുണ്ട്, എല്ലായിടത്തും പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് അതിനുള്ള സാധ്യത കൂടിയുള്ള ഒരു ഇടമാണ് അത് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ കോൺഗ്രസിനെ ശ്ലാഘിക്കുകയല്ല, കോൺഗ്രസിനെ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ വെച്ചുകൊണ്ട് കാണാൻ ശ്രമിക്കുകയാണ്. അതിന് സ്വയമുള്ള ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട്, പരിമിതി എന്ന് പറയുമ്പോൾ അതൊരു ജനാധിപത്യത്തിലെ സവിശേഷതയായിട്ട് കൂടി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പല തരത്തിലുള്ള സവിശേഷതകൾ ജനാധിപത്യത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അതായിക്കോട്ടെ, പല ശബ്ദങ്ങളുണ്ടാവുന്നു, പല സമ്മർദ്ദങ്ങളുണ്ടാവുന്നു, സാമുദായിക സമവാക്യങ്ങൾക്ക് വേണ്ടി അവർക്ക് നിന്നു കൊടുക്കേണ്ടി വരുന്നു. ശരി, അതെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ള ചില എന്താ പറയാ ഏകാധിപതികൾ നിശ്ചയിക്കുന്ന ചില കാര്യങ്ങളെ കണ്ടിട്ടാണ് നമ്മൾ വളരെ പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞല്ലോ, ഇതാ സ്ഥാനാർത്ഥി പട്ടികകൾ. ഏകാധിപതികൾ നിശ്ചയിക്കുന്ന എവിടെയാണ്?